സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ നന്മകളെ നന്മയായി കാണാൻ സാധിച്ചില്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു പോകും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തിന്മയെ പർവ്വതീകരിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ അല്ലാഹു അവരെ പരാജയപ്പെടുത്തുന്നതാണ്. നന്മകൾ ചെയ്യാൻ അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന് അല്ലാഹു അടിക്കടി ഇങ്ങനെ പറയുകയാണ്. എന്താണ് അല്ലാഹു തഖ്വയുള്ളവരാകണം എന്ന് ഇങ്ങനെ വസിയത്ത് ചെയ്യുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തഖ്വയുള്ളവരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം അല്ലാഹു പറയുന്നതായ ഒരു വാചകമാണ് ലഅല്ലകും തത്തഖൂൻ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷേ അതേ അല്ലാഹു തആല തന്നെ പല സ്ഥലത്തും പറയുകയാണ് ഖലീലൻ മാ തശ്കുറൂൻ. തഖ്വയില്ലാത്തവർക്ക് നന്ദി ഉണ്ടാകില്ല. അതുകൊണ്ട് അല്ലാഹു അനുഗ്രഹങ്ങൾ അധികം ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും നന്ദി കെട്ടവരാണ് അധികം ആളുകളും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിലായി ഇത് വ്യക്തമാക്കുകയാണ്. ഇപ്പൊ എന്താണ് തഖ്വ? അത് അല്ലാഹുവിനെ പേടിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം? അല്ലാഹുവിനെ അനുസരിക്കുക. ഏത് സമയത്തും ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ കുടുങ്ങിപ്പോകുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു ചിന്തയോ എന്നിൽ ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് ജീവിക്കുക, അതാണല്ലോ തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും വിരോധിച്ചത് പൂർണ്ണമായി ഒഴിവാക്കുകയും ആണ് തഖ്വയുടെ അടയാളം. തഖ്വ ആർക്കാണുള്ളത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അത് അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സൽക്കർമ്മത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കാണ് തഖ്വയുള്ളത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും വിഭാഗം ഏതാണ് എന്ന് അല്ലാഹു വ്യക്തമാക്കിയില്ല. അമ്പിയാക്കൾ പൂർണ്ണ തഖ്വയുള്ളവരും അവർ ഇസ്മത്തുള്ളവരുമാണെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഔലിയാക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ പരാമർശം ഔലിയാക്കൾ അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഔലിയാക്കൾ മുത്തഖീങ്ങളല്ലെങ്കിൽ പിന്നെ ഇവിടെ മുത്തഖീങ്ങളില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവിനെ പേടിച്ചവരാണ്. ഏത് സെക്കൻഡിലും യജമാനനായ തമ്പുരാൻ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അവനിലേക്ക് ആഗ്രഹം വെച്ചവനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ സാധാരണക്കാരല്ല, അവർ നമ്മളെ പോലെയുള്ളവരല്ല. അവർക്ക് അല്ലാഹു വലിയ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത്. ഖുർആൻ പറയുന്നു നിങ്ങളുടെ സഹായി. വലിയ എന്നതിന്റെ മലയാള അർത്ഥം സഹായി എന്നാണ്. നിങ്ങളുടെ സഹായി അഥവാ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് നൽകുന്ന കാര്യങ്ങൾ എത്തിച്ചു തരുന്നവർ. തീർച്ചയായും അല്ലാഹുവാണ് നിങ്ങളുടെ വലിയ, സംശയമില്ല. വറസൂലുഹു അല്ലാഹു മാത്രമല്ല, അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ അവന്റെ റസൂൽ ഉൾപ്പെടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അംബിയാക്കളും നിങ്ങളുടെ സഹായിയാണ്. അതിലും സംശയമില്ല. വല്ലദീന ആമനുല്ലദീന, പിന്നെ അല്ലാഹു പറയാണ് നന്നായി വിശ്വാസം നിർമ്മിച്ചവർ. യുഖീമൂനസ് സ്വലാത്ത, വിശ്വസിച്ച മാത്രം പോരാ, കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവരും. അത് പറയേണ്ട ഒരു സാഹചര്യമാണെന്ന് തോന്നുന്നു. നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ നിസ്കാരത്തിൻ്റെ വാർഷിക സമയമല്ലേ, അത് ഓർമ്മപ്പെടുത്തലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെയുള്ളവരാണ് അല്ലാഹു
അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ് നിങ്ങളുടെ സഹായി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്ന് പറയുന്നതിൻ്റെ വേറെ ഭാഷ അള്ളാഹു ഉപയോഗിക്കുകയാണ്. നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും സകാത്ത് കണക്കുകൾ കൂട്ടി കൃത്യമായി കൊടുക്കുന്നവരുമാണ് നിങ്ങളുടെ സഹായി എന്ന് ഖുർആൻ വളരെ വ്യക്തമാക്കി പറയുമ്പോൾ നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കണ്ടു, അല്ലേ? ശരിക്ക് കണ്ടോ? ശരിക്ക് കണ്ടു. ചില ആൾക്കാർക്കുള്ള സംശയമാണ്, അങ്ങനെയൊക്കെ കാണാൻ കഴിയുമ്പോൾ നമ്മൾ പലതും കാണലുണ്ടല്ലോ, അത് കാണാമെന്ന് പറഞ്ഞാൽ അതൊരു തോന്നലുകൾ നമ്മൾ കണ്ടെന്ന് പറയലുണ്ടല്ലോ, ആ അർത്ഥത്തിലായിരിക്കും അത് പറഞ്ഞത്. ഇല്ല, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്ക് 2 കണ്ണുകളെ കൊണ്ട് അള്ളാഹുവിനെ കണ്ടു. അപ്പൊ അള്ളാഹിന് പ്രത്യേകമായ രൂപം ഉണ്ടാവും? അങ്ങനൊന്നുമില്ല. അള്ളാഹിന്റെ രൂപം കാണാൻ കഴിയോ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. കാരണം വിശ്വാസികൾ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തതിനെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അള്ളാഹു തആല മനുഷ്യരെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അത് വിശ്വാസികൾക്ക് സംശയമില്ല. കാരണം എന്താണ്? അള്ളാഹു തആലക്ക് എല്ലാം അധികാരമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അത് വിശ്വാസികളെ സംബന്ധിച്ചുള്ള സംശയമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ കണ്ടെന്ന് മാത്രമല്ല, അള്ളാഹിനെ കണ്ട് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിൽ നിന്നൊരു സമ്മാനമായി ഒരു വരദാനം അള്ളാഹുവിന്റെ ഹബീബിന് നൽകുകയാണ്. അതാണ് 50 വക്ത് നിസ്കാരം. ചരിത്രത്തിൽ 6 ഉണ്ടാവില്ല. എല്ലാ കൊല്ലവും ഒരു 10 പ്രാവശ്യം ദിക്റെന്നത് പോലെ കേൾക്കലുണ്ട്. മതിമുയ്യരെ വന്നതെന്ന് ആരും കരുതണ്ട. കേൾക്കുന്നത് കൂടിയാലും പറയുന്നത് കൂടിയാലൊക്കെ നല്ലതായതുകൊണ്ട് പ്രതിഫലം കിട്ടല്ലോ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചില വിഷയങ്ങൾക്ക് എത്ര പ്രാവശ്യമാണോ പറയുന്നത് നമ്മളെ മക്കളോട്. എടാ എന്നോടല്ലേ ഫോൺ എടുത്തൊക്കെ പറഞ്ഞത്? 2 മിനിറ്റ് പോലും ഫോൺ എടുത്തപ്പോൾ 3ാമത്തെ മിനിറ്റിന് നമ്മളവിടെ കാണുമ്പോൾ ഓൻ്റെ കയ്യിൽ പിന്നെയും ഫോണാണ്. നമ്മൾ വാടിയെടുത്ത് പോകുന്നു, നമ്മൾ അടിക്കാൻ നിൽക്കുന്നു. അത് നമ്മുടെ മക്കളാണ്. പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മളൊക്കെ ബാധ്യതയാണ്. ഈ മക്കള് അള്ളാഹു നൽകിയ മറ്റൊരു അനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ് മക്കൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യമാവണമെങ്കിൽ എന്ത് വേണം? കുറച്ചൊക്കെ അതുകൊണ്ട് ബുദ്ധിമുട്ട് വേണം. അല്ലെങ്കിൽ അത് സ്വർഗം കിട്ടുമെന്ന് വെറുതെ കൊണ്ട് പറഞ്ഞതല്ല, കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് വേണ്ടേ? വേണം. നല്ല ദമ്പതികൾക്ക് സ്വർഗം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉറപ്പല്ലേ? ഇത് പറഞ്ഞപ്പോ ഈ ഹദീസ് വിശദീകരിച്ച് കുറെ ഇങ്ങോട്ടുള്ളൊരു മഹാൻ എഴുതി വെക്കുന്നുണ്ട്. അപ്പോ വിവാഹം ചെയ്യാത്തവർ, അവർക്ക് പിന്നെ ഒന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. വിവാഹം ചെയ്താൽ അറിയാം വിവാഹ ജീവിതം കുറച്ച് സ്ട്രോങ് ആണ്, സുഖം മാത്രമല്ല ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും എന്നെല്ലാവരും പറയും. അതുകൊണ്ടാണ് നമ്മളൊക്കെ വിവാഹ ആശംസകളിലൊക്കെ പലപ്പോഴും പറയാറുണ്ട് സുഖ ദുഃഖ സമ്മിശ്രമേളമെന്ന്. സുഖങ്ങൾ മാത്രമല്ല, അവിടെ വിഷമങ്ങളും ടെൻഷനുകളും വിവാഹ ജീവിതത്തിൽ ഉണ്ടാകും. അത് വിവാഹ ജീവിതത്തിനുള്ളതാണ്. കാരണം 2 വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ടെൻഷനുകളൊക്കെ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ 2 കരങ്ങൾ കൊണ്ടും 2 കണ്ണുകൾ കൊണ്ടും കണ്ടു. എന്നിട്ട് അള്ളാഹു തആല ഒരു സമ്മാനം കൊടുത്തു. അത് 50 വക്ത് ചുരുക്കി 9 പ്രാവശ്യമായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ അഭ്യർത്ഥന പ്രകാരം അള്ളാഹുവിലേക്ക് വീണ്ടും പോയി. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള ആ സമ്മാനം 5 വക്തായി ചുരുക്കി. മൂസാ നബി പറഞ്ഞു, ഇതിപ്പോ അറിയാനും ഇത്രയും പോരാ, ഇത്രയും വേണ്ട, അത്രയൊന്നും കഴിയൂല എന്നാ പറഞ്ഞത്. നമ്മളുണ്ടല്ലോ, നമ്മളോട് പരമാവധി പ്രാവശ്യമാണ് പറഞ്ഞത്, നമ്മൾ പരമാവധി ചെയ്തു. ആദ്യം നമ്മളോട് ഒരാൾ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം മതി, നമ്മളെ ഹസ്ബൻഡാണെന്ന് വെക്കണ്ട കേട്ടോ, വേറെ ആളാണെന്ന് വെച്ചോളൂ. പിന്നെ ആള് പറഞ്ഞു കുറച്ച് ചുടുവെള്ളാക്കിയോ. ചുടുവെള്ളാക്കി. ചുടുവെള്ളാക്കിയപ്പോൾ മുമ്പ് പറഞ്ഞു ഇവിടെ ചായപ്പൊടി ഉണ്ട്, ആ ചായപ്പൊടി ഇട്ട്, പിന്നെ ചായപ്പൊടി ഇട്ട്, പിന്നെ കുറച്ച് പഞ്ചസാര, ഇപ്പോൾ പഞ്ചസാര ഇട്ട്, പാല് പാല് വെച്ച്, അതൊക്കെ ആയി ചായ അങ്ങനെ കൊടുത്തപ്പോൾ മുമ്പര് പറയണ എന്താ കടിയുള്ളത്? അല്ലേ ചട്ടിപ്പത്തിരിട്ട് ഉണ്ടോ? ഇല്ല എന്നാണ്. എന്നാ പിന്നെ ഇവിടെ രാവിലത്തെ പത്തിരില്ലേ ആയിട്ട് പിന്നെ അങ്ങനെ ചട്ടിപ്പത്തിരിലേക്ക് എത്തിച്ച് പിന്നെയും പണി തരാണ് നമ്മൾ പറയും. തൽക്കാലം കിടന്നത് കഴിച്ചോളി, ബാക്കി നമുക്ക് എന്താക്കാം, നമുക്ക് 2 കൂടെ ഹോട്ടലിൽ പോയി കഴിക്കാം.
സൗകര്യം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാൽ മൂപ്പര് പിന്നെ അതോടുകൂടി കുറച്ച് നിർത്തും. അങ്ങനെ പറയേണ്ടത് പരമാവധി പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഇനി ഞാൻ പോകില്ല, പരമാവധി പോയി. 9 പ്രാവശ്യം പറഞ്ഞാലൊക്കെ ഒരു കണക്കല്ലേ. 10 അത് വലിയൊരു സംഖ്യ. 9 ചേർത്ത 10 എത്തിയില്ലേ, വലുതാണ് അല്ലേ? 10 വയസ്സ് അത് വലുതാണ്. 10ാം ദിവസം വലുതാണ്. 10 മാസം വലുതാണ്. 10 മഹത്തത്തിൽ അശറത്തുൽ കാമില. 10 എന്നുള്ളത് ഒരു പൂർണ്ണ സംഖ്യ, 2 സംഖ്യയാണല്ലോ 10 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 9 പ്രാവശ്യം അള്ളാനെ പോയി കണ്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നൽകിയ സമ്മാനമാണ് ചൂത്ത് നിസ്കാരം. അത് കൃത്യമായി നിർവഹിക്കണം. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു ഹജർ ഹൈതമി സിന്ദാബാദ് റളിയല്ലാഹു അൻഹു ഈ മാസത്തിലാണ് അവരുടെ വഫാത്ത്. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ചില മഹാന്മാരുടെ പേര് പറയാനുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഹാഫള അല സ്വലാത്ത്, ഇത് ഹദീസിലുള്ള വാക്ക് മഹാനവറുടെ അടുത്ത് ധരിക്കാണ്. ആരെങ്കിലും നിസ്കാരം നിലനിർത്തിയാൽ അക്റമല്ലാഹു ബി ഖംസി ഖിസാലിൻ, അല്ലാഹു തആല അവനിക്ക് 5 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ബഹുമാനിക്കും. എന്താണത്? യർഫഉ അൻഹു ലീഖൽ ഈശ്. ഒന്നാമത്തെ കാര്യം, ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഓർക്കുണ്ടാവില്ല. കഴിഞ്ഞ മാസം ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന് വിസ ഒക്കെ പോയി പണിയൊന്നുമില്ലാതെ ആയിട്ട് വന്നതാണ്. ഇപ്പം എന്താ ചെയ്യുക? വാങ്ങിയ 2 ലക്ഷം, പോയ ശേഷം വാങ്ങിയ 2 ലക്ഷവും പോകുമ്പോൾ വാങ്ങിയ 1 ലക്ഷവും, ടോട്ടൽ 3 ലക്ഷം നമുക്ക് തന്നെ കടം ഉണ്ടല്ലോ. ആദ്യപ്പോൾ എങ്ങനെയാണ് കടം വീട്ടാ? ടെൻഷനില്ലാത്ത ഭർത്താവുമ്പോൾ പിറ്റേന്ന് തന്നെ അല്ലാഹു തആല ഒരു ജോലി കൊടുത്തിട്ടുണ്ടാവും. 1 മാസത്തിനുള്ളിൽ ആ 3 ലക്ഷം എങ്ങനെയൊക്കെയോ അല്ലാഹു കിട്ടിയിട്ടുണ്ടാകാം. നിസ്കാരം നിലനിർത്തിയാലുള്ള ഗുണമാണ്. ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ടെൻഷൻ ഫ്രീ ലൈഫ് എന്നാണ് കിട്ടുക. അതായത് ടെൻഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന ജീവിതം എന്നല്ല. അങ്ങനെ ഇവിടെ ആരാളത്തെ വെക്കൂലല്ലോ. ടെൻഷൻ ഇല്ലാത്ത ജീവിതം അത് നിസ്കാരം നിലനിർത്തിയാൽ കിട്ടുന്ന കാര്യമാണ്. പിന്നെയോ അദാബിൽ ഖബർ, സുബ്ഹാനല്ലാഹ്, നമുക്ക് അറിയാത്തൊരു വേദനയാണ് ഖബറിലെ വേദന അല്ലേ? നമ്മൾ ഇവിടുന്ന് അടിച്ചിട്ട് അടി കിട്ടിയിട്ട് എത്ര വേദന നമ്മൾ സഹിച്ച്, പക്ഷേ ഖബറിലെ വേദനയെ കുറിച്ച് ആർക്കും അനുഭവം പറയാനില്ല. ഇവിടെ മരിച്ച് ജീവിച്ചിരിക്കുന്നവരാണെന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ പത്രം പലരും വായിച്ചിട്ടുണ്ടാകും. അതായത് ശരിയായ റൂഹ് പോയിട്ടില്ല എന്നാണ് അതിനർത്ഥം. പലരുടെയും 2ാം ജന്മയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അഥവാ ഒരു മരണത്തിനെ പോലുള്ള ഒരു വേദന സഹിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ള ആൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞിക്കണോ ഞാൻ ഖബറിന് എണീറ്റ് വരാണെന്ന്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഖബറിന് ശിക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? വന്നത് പറയേണ്ട. അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ നമ്മൾ ബോധം കെട്ട് വീണോ? ഖബറിന്റെ ശിക്ഷയെ തൊട്ട് അല്ലാഹു തആല ഉയർത്തിക്കളയും. ഖബറിന്റെ ശിക്ഷയില്ലാതാക്കും. അത് നേരത്തെ നമ്മൾ പറയല്ലേ, ഖബർ ശിക്ഷ ഒഴിവാകാൻ കുറെ കാരണങ്ങൾ. പിന്നെയോ വയുഅ്തിയല്ലാഹു കിതാബഹു ബിയമീനിഹി, മരിച്ചു കഴിഞ്ഞാൽ മഹ്ശറിലെത്തിക്കഴിഞ്ഞാൽ അതെല്ലാവരും ഒരുമിച്ച് കൂടല്ലേ. 600-800 കോടി ഉണ്ട് ജനങ്ങൾ. 820 കോടി ജനങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടായി. എത്രയോ കോടി 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 ജനങ്ങൾ മരിച്ചുപോയി. ഓരോ കാലവും എത്രയോ 900-1000 കോടി ജനങ്ങൾ ഓരോ സെൻസസ് സമയത്തും ഉണ്ടെന്ന് പത്രങ്ങളിലും മറ്റും റിപ്പോർട്ടായി നമ്മൾ വായിക്കുന്നു. പക്ഷേ എത്രയോ കോടി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് എന്ത്? കിതാബ് വലത്തെ കയ്യിലാണോ തരുന്നത്, ഇടത്തെ കയ്യിലാണോ? വലത്തെ കയ്യിലാണ് കിട്ടിയതെങ്കിൽ സംഭവം രക്ഷപ്പെട്ടത്. ആടത്താണെങ്കിലും കിതാബ് വലത്ത് കയ്യിൽ കിട്ടിയാൽ മതി, സംഭവം രക്ഷപ്പെടും. വലത് കയ്യിൽ കിതാബിനെ കിട്ടും. 3 കാര്യമായി. 4ാമത്തത് ഒരു പൊടി നീളത്തിൽ അല്ലെങ്കിൽ വീതിയിൽ 7 കഷ്ണമാക്കി കീറിക്കൊണ്ട് നമ്മളുടെ മുടിയില്ലേ, ആ മുടിയുടെ വീതി 7 കഷ്ണമാക്കി അങ്ങ് കിട്ടിയാൽ, ഡിവൈഡ് ചെയ്താൽ എത്രയാണോ അതിന്റെ വീതിയുള്ളത്, സുബ്ഹാനല്ലാഹ്, അത്ര വീതിയുള്ളതിലൂടെ സഞ്ചരിക്കാനുള്ള പാലമല്ലേ അസ്സുറാത്ത് പാലം. ആ പാലത്തിന്റെ അടിയിൽ കത്തുന്ന നരകമില്ലേ, ഇവിടുത്തെ നരകത്തിന് ഇവിടുത്തെ തീയിനേക്കാൾ
എത്രയോ ഇരട്ടി ചൂടുള്ള തീയല്ലേ കാലിഫോർണിയയിലും അതുപോലെ അമേരിക്കൻ നഗരങ്ങൾ കത്തിയൊരുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ഒരു വർഷം, അത് 1.5 വർഷമായി ഇസ്രായേലും അമേരിക്കയും നമ്മുടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു ഭാഗമാകുന്ന ഗാസ എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും ഗസ എന്നാണ് അറബിയിൽ പറയും. ഗസയെ ഇല്ലാതെയാക്കുകയാണ് അങ്ങനെ അല്ലാഹുവിന്റെ തീരുമാനം 3 മണിക്കൂർ കൊണ്ട് അവിടെ കത്തിച്ചാമ്പലായത് 4000 ഹെക്ടറാണ്. സുബ്ഹാനല്ലാഹ്, 6ാമത്തെ ദിവസത്തേക്ക് എത്തിയപ്പോൾ 14,000-ഓളം ഹെക്ടറുകൾ കത്തിക്കരിഞ്ഞു പോയി. 100 കണക്കിന് മരണങ്ങളുണ്ട്. സ്ഥിരപ്പെടാത്തത് കൊണ്ട് പത്രങ്ങളിൽ ലഭ്യമല്ല. 25-30 മരണങ്ങൾ ഇപ്പോൾ സ്ഥിരപ്പെട്ടതുള്ളൂ. കാരണം അമേരിക്കക്ക് നിയമമുണ്ട്, ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൽ പല നിയമങ്ങളുണ്ട്. അതിലൊരു ജനാധിപത്യ നിയമമാണ് മരിച്ചവരുടെ വിവരണം അറിയാതെ അവർ മരിച്ചു എന്ന് സ്ഥിരപ്പെടുത്തുകയില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കാലിഫോർണിയയിൽ കത്തിപ്പോയി. എത്രയാണ് കത്തിയിട്ട് അവിടെ കത്തിയിട്ട് ഫയർ കൊണ്ട് കടത്താൻ സാധിക്കുന്നില്ല. അതിന്റെ താഴെ വലിയ വലിയ ധിക്കാരികളുടെ അന്ത്യവും സംഭവിച്ചു പോകുന്നു. എന്നാൽ നരകത്തിലെ തീ, അതിന്റെ താഴെ എത്രയാണ് ഭയാനകമായ രംഗം. അഞ്ചാമത്തെ നേട്ടം എന്താണ്? മുഅ്മിനാത്തുകളെ, നിസ്കാരം നിലനിർത്തിയാൽ അല്ലാഹു തരുന്ന 5ാമത്തെ നേട്ടം അത് ഖബറിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, സിറാത്ത് പാലത്തിലൂടെ മിന്നൽ പ്രകാരം വിട്ടുകിടക്കും എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനും സാധിക്കും. 5 കാര്യങ്ങൾ നിസ്കാരം നിലനിർത്തിയത്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്, ജസ്റ്റ് ഒന്ന് പറയാം. 5 കാര്യം. ഒന്ന്, നമുക്ക് ജീവിതത്തിൽ നല്ല ബറക്കത്തുണ്ടാവും. ജീവിതത്തിൽ എല്ലാ പ്രയാസവും നീക്കും പറഞ്ഞാൽ ബറക്കത്തുണ്ടാവും. അത് ദുനിയാവിലുള്ള വിഷയമാണ്. ബറക്കത്ത് പറഞ്ഞാൽ എല്ലാം കൂടെ പെട്ട് ആഖിറത്തിൽ ഓരോന്ന് സെപ്പറേറ്റ് ആണ്. ഖബറിലെ ശിക്ഷ ഒഴിവാക്കും. 2. 3, കിതാബ് വലത്തെ കയ്യിൽ തരും. 4, സിറാത്ത് പാലം മിന്നൽ പ്രകാരം വിട്ടുകിടക്കാൻ കഴിയും. 5, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നിസ്കാരം നിലനിർത്തിയാലുള്ള ഗുണം. നിസ്കാരം ഉപേക്ഷിച്ചാലോ, നിസ്കാരത്തിന്റെ കാര്യം കൗലിക്കാതെ ഇരുന്നാലുള്ള ശിക്ഷ, അതൊന്നും ഇന്ന് പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇന്ന് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ പറയാം. വമൻ തആവന ലിസ്സലാത്തി ആഖബഹുല്ലാഹു ബി15 ഉഖൂബ. അല്ലാഹു തആല 15 ശിക്ഷയാണ് നിസ്കാരം ഉപേക്ഷിച്ചവർക്ക്, നിസ്കാരത്തിന്റെ കാര്യം കൗലിക്കാത്തവർക്ക് കൊടുക്കുന്നത്. സൂറത്തുൽ മാഊനിൽ ആ വിഷയം അല്ലാഹു പറയുന്നുണ്ട്. എണ്ണം പറയുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിസ്കാരം നിലനിർത്താത്തവർക്ക്, നിസ്കാരം ഗൗനിക്കാത്തവർക്ക് വലിയ നാശമാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളല്ല, വേറെ ചില നാട്ടിലെ സ്ത്രീകളുടെ ഒക്കെ പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, 3:45-നോ 4 മണിക്കോ അസറ് വാങ്ങെങ്കിൽ അവർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പേ, മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് മുമ്പേ ഉളു കൊടുത്തു വരും. അതുവരെ കുറേ സമയം ഫ്രീ ഉണ്ടായിരുന്നു. 1 മണിക്ക് മുമ്പ് ഭക്ഷണമൊക്കെ റെഡിയായി. പുതിയ കാലഘട്ടത്തിൽ വേഗമാകുമല്ലോ. എല്ലാം റെഡിയായി, ഭക്ഷണം കഴിച്ചു, എല്ലാവരും പോയി, എല്ലാവരുടെ എടുക്കച്ചില്ല. പിന്നെ നമ്മളും ഭക്ഷണം കഴിച്ചു. കുറച്ചേരം കഴിഞ്ഞ് നിസ്കരിക്കാതെ കുറച്ചും കൂടെ പോയിരിക്കണം. ഒന്നുമില്ല, പിന്നെ ഒറ്റ ഒതുകൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് 3:45-നോ 3:50-നോ എണീക്കും. ഒറ്റ നിസ്കാരമാണ്. ഒരു നിസ്കാരം സലാം വീട്ട് പോയി കഥ പള്ളിയിൽ നിന്ന് പോയതിന് കൊടുത്തു. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അപ്പുറത്തൊരു ഫോണ് ലൈറ്റ് ഇങ്ങനെ കത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോണിൻ്റെ അടുത്തേക്ക് പോയത്. ഫോണിൻ്റെ അടുത്തേക്ക് പോയത് ഓർമ്മയുള്ളൂ. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് കൊടുത്തു. അല്ല, ഞാൻ 10 മിനിറ്റ് സമയം ടൈമിൽ ഫോണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് നേരത്തെ കൊടുത്തോ, പോയിലേക്ക് തെറ്റിപ്പറ്റിയേക്ക് നോക്കുമ്പോൾ അടുത്ത പള്ളിയിലും വാങ്ങും. നമ്മളെ കലണ്ടർ നോക്കി നോക്കുമ്പോൾ നമ്മളുടെ ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഫോണ് നമ്മളെ വഞ്ചിച്ചു. നിസ്കാരം ഗൗനിക്കാത്തവർക്ക് 15 ശിക്ഷയുണ്ട്. 15 ശിക്ഷയിൽ നിന്ന് 5 ശിക്ഷ ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. 5 ശിക്ഷ. നിസ്കാരം ഉപേക്ഷിച്ചവർക്ക് 5 ശിക്ഷ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആരുടെയും ഒരു ബേജാറുള്ള സമയം
മരണം നന്നാവുക എന്നുള്ളതാണ്. മരിക്കുമ്പോൾ അനുഭവിക്കേണ്ടതാണ് 3 ശിക്ഷ. മരിച്ചതിന് ശേഷം ഖബറിൽ വെച്ച് അനുഭവിക്കാനുള്ളതാണ് 3 ശിക്ഷ. 3, 6, പിന്നെ 5, 11. അതുപോലെ തന്നെ ഖബറിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ 3 ശിക്ഷ ഉണ്ടാവും. ആദ്യം 5, പിന്നെ 6, പിന്നെ 3, പിന്നെ 3. ഇതാണ് ഖബറുള്ളവർക്ക് ശിക്ഷ. ഇത് എന്താണ് ദുനിയാവിലുള്ള ശിക്ഷ? മനസ്സിലായോ? ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ഓരോന്ന് ബറക്കത്ത് എടുത്തു കളയും. ഇന്നലെ നമ്മൾ ഡോക്ടറെ കാണിച്ച് പനി മാറി ഇന്ന് വന്നിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് വീണ്ടും അത് അസുഖം. നമ്മുടെ കുടുംബത്തിൽ മറ്റാൾക്ക് അസുഖമായി, മക്കൾക്ക് അസുഖമായി, പേരക്കുട്ടിക്ക്, അതുപോലെ തന്നെ വാപ്പക്ക്, ഉപ്പക്ക്, അതുപോലെ തന്നെ ഉപ്പയുടെ ഉപ്പക്ക്, പലർക്കും അസുഖം ഇങ്ങനെ വരാം. ഇതെന്താ അസുഖം ഇങ്ങനെ വരുന്നത്? അസുഖം വരുന്നത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അത് വേറെ വിഷയം. നിസ്കരിക്കാത്ത വീട്ടുകാർക്കാണ് അസുഖം വരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. നിസ്കരിക്കാത്തതിനുള്ള ദുനിയാവിൽ ശിക്ഷ കൂടിയാണ്. നിസ്കരിക്കാത്തവരാണെങ്കിൽ മാത്രം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വീട്ടുകാർക്ക് നിസ്കരിക്കലുണ്ട്, അതുകൊണ്ട് നമുക്ക് അസുഖം വരുന്നത് ആ കാരണം കൊണ്ടായിരിക്കില്ല എന്ന് കരുതാം. നിസ്കാരത്തിന്റെ കാര്യം ഗൗനിച്ചില്ലെങ്കിൽ ദുനിയാവിലൊരു ബറക്കത്ത് പറയാം. വീട് ഇപ്പോഴല്ലേ എടുത്തിട്ടുള്ളൂ, കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ടുള്ളൂ എടുത്തിട്ട്. അപ്പുറത്തത് ആ പൊട്ടണ് എത്ര ശമ്പളം കിട്ടിയിട്ട് എന്താ കാര്യം? ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒക്കെ ഗൾഫിലും നാട്ടിലും അധ്വാനിച്ച് തീർന്നു. സുബ്ഹാനല്ലാഹ്, എത്രയാണ് സമയം ഇതിനൊന്നും തീർന്നില്ലല്ലോ. അങ്ങനെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്ത അവസ്ഥ, ചെയ്താൽ തന്നെ ഇവിടെ എത്താൻ കഴിയാത്ത അവസ്ഥ, എത്തിപ്പെട്ടാൽ തന്നെ റാഹത്തില്ലാത്ത അവസ്ഥ, ബറക്കത്തുണ്ടാവില്ല ദുനിയാവിൽ. പിന്നെയോ സ്വാലിഹീങ്ങളോടുള്ള ബന്ധം നമ്മിൽ നിന്ന് ഒഴിവാകും. നല്ല ആളായിരുന്നു, ഇപ്പൊ നമ്മളോട് കണക്റ്റില്ല. സുബ്ഹാനല്ലാഹ്, അവരുടെ ദുആയിൽ നമ്മളില്ല. നമ്മൾ സ്വാലിഹീങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറും. നേരത്തെ നല്ലവരായിരുന്നു, നിസ്കാരം ഗൗനിക്കാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ കോപം ഇറങ്ങുന്നവരിൽ നമ്മൾ വിട്ടുപോയി. മൂന്നാമത്തതോ വസാനിസത്ത് കുല്ലു അമലി യഅമലുഹു ലാ യഅ്ജറുല്ലാഹു അലൈഹി. ദുനിയാവിൽ എന്ത് ചെയ്താലും അല്ലാഹു കൂലി തരൂല. കൂലി തരൂല എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് ശിക്ഷ കൂലി കിട്ടുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ആഖിറത്തിലേക്ക് കിട്ടുന്ന കാര്യമാണ്. പക്ഷെ ദുനിയാവിൽ ചെയ്ത അടിസ്ഥാനത്തിൽ ആഖിറത്തിൽ നമുക്ക് കൂലി കിട്ടണമെങ്കിൽ ദുനിയാവിൽ ചെയ്യണം. ദുനിയാവിൽ ചെയ്യുന്നതിന്റെ പ്രതിഫലം കിട്ടൂല. അങ്ങനെ നിസ്കരിക്കാത്തതല്ലേ ഉള്ളൂ. നോമ്പ് ഇട്ടിട്ടില്ലേ? നോമ്പിട്ടിട്ടുണ്ട്. അല്ലാതെ സക്കാത്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സാധന പ്രവർത്തനം, അതൊക്കെ ശരിയാണ്. ചില സ്ഥലത്തൊക്കെ ഉണ്ട് നല്ല സംഘടനാ പ്രവർത്തകരും സാധന പ്രവർത്തകരും അതുപോലെ തന്നെ ഈ സംഘാടകരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല രംഗത്ത് സജീവമായിരിക്കും. എന്നിട്ട് മജ്‌ലിസ് കഴിഞ്ഞാൽ ഓരോട് പറയാ, ഒന്ന് നിസ്കരിക്കാൻ നിസ്കരിച്ചോളൂ, അത് ഞാൻ വീട്ടിൽ പോയി നിസ്കരിച്ചോളാം. പിന്നെ പിറ്റേന്ന് മൂപ്പര് പറയും, ഇപ്പൊ 2 ദിവസമായി നിസ്കരിച്ചിട്ട്, ഇപ്പൊ നിങ്ങൾ ഇന്നലെ നിസ്കരിച്ചോളാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയപ്പോൾ കുറച്ച് ക്ഷീണം വേഗം ഉറങ്ങി. പിന്നെ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് വൈകി, പെട്ടെന്ന് പൊടിക്കുകയും പിന്നെ അങ്ങനെ രാത്രിയായി പെട്ടെന്ന് കിടന്നുറങ്ങി. അങ്ങനെയൊക്കെ നിന്നിപ്പോൾ 2 ദിവസമായി നിസ്കരിക്കണമെന്നൊക്കെ ഭയങ്കര പൂതിയാണ്. ഉസ്താദൊന്ന് തുറക്കണോ, നല്ല മട്ടലുണ്ടെങ്കിൽ പുറത്തൊന്ന് ഒരു ഇത് കൊടുത്താൽ റെഡിയാവും. അതിന് തുറന്നിട്ട് കാര്യമില്ല. നിസ്കരിക്കാത്ത ബറക്കത്തില്ല. നിസ്കരിക്കാത്തൊരു പ്രതിഫലമുള്ള സ്വീകരിക്കൂല. നിസ്കരിക്കാത്തവന്റെ നോമ്പ് സ്വീകരിക്കൂല. നിസ്കരിക്കാത്തവന്റെ മക്കളെ പരിപാലനം സ്വീകരിക്കൂല. ഭർത്താവിനെ ഭാര്യയെ അനുസരിക്കലും അതുപോലെ ഭർത്താവിനെ അനുസരിക്കലും ഭാര്യയ്ക്ക് വേണ്ടി സ്നേഹം നൽകിയതും സ്വീകരിക്കൂല. ഉമ്മയാക്ക് ഉപ്പാക്ക് ബഹുമാനം കൽപ്പിച്ചത് സ്വീകരിക്കൂല. സാധന ടീച്ചർക്ക് നല്ലതായില്ല സൽക്കരിച്ചത് കൊണ്ട് സ്വീകരിക്കൂല. മദ്രസക്കോ പള്ളിക്കോ കോളേജിനോ സംഭാവന നൽകിയത് സ്വീകരിക്കൂല. ഹജ്ജ് സ്വീകരിക്കൂല, ഉംറ സ്വീകരിക്കൂല, തൗബ സ്വീകരിക്കൂല, സൽക്കർമ്മം സ്വീകരിക്കൂല. ഔട്ട് 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 ഔട്ട്
അത് മുഴുവനും നഷ്ടമാണെന്നും ഖബൂൽ ചെയ്യില്ല. ചില ആൾക്കാരൊക്കെ ജീവിതത്തിൽ ഒരു കർമ്മവും നിസ്കരിക്കാതെ നിന്നിട്ട് ചില എന്തോ ഒരു കർമ്മം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയണത് അത് നിസ്കരിക്കാതെ പ്രവർത്തിച്ചതൊന്നും സ്വീകരിച്ചതല്ല. ഒരുപക്ഷേ ചില പ്രവർത്തനങ്ങൾ കാരണം അല്ലാഹു തആല അവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹു തആലയോട് ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി ഏതെങ്കിലും നന്മയുള്ളവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മളെ ഖബൂൽ ചെയ്തേക്കാം. നമുക്ക് മൈനസാണ് മാർക്കുള്ളത്, അവരുടെ പ്ലസ് നമ്മിലേക്ക് വന്നത് കൊണ്ട് വിജയിക്കുന്നത് മാത്രം. എന്നാൽ നിസ്കരിക്കാത്തവന് ശിക്ഷ ആഖിറത്തിൽ ഒഴിവാകൂല. നിസ്കരിക്കാത്തത് വലിയ ശിക്ഷ തന്നെയാണ്. ഒരു പട്ടിക്ക് കൊടുക്കുന്ന പാത്രത്തിൽ പോലും നിസ്കരിക്കാത്തവന് ഭക്ഷണം കൊടുത്തുകൂടാ. ശാഫിഈ ഇമാം വലിയ നേതാവല്ലേ, മദ്ഹബിന്റെ ഇമാമല്ലേ. ഈ മാസമാണ് അവരുടെ അനുസ്മരണം. സുബ്ഹാനല്ലാഹ്, ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കൃത്യമായി ദീൻ ഫോളോ ചെയ്ത് മഹൽ വ്യക്തിത്വമാണ്. ശാഫിഈ ഇമാം വീട്ടിലേക്ക് വരുന്നുണ്ട് ഒരു സ്പീഡ്. എന്താണ് അറിയോ? റോട്ടിലുണ്ട് ഒരു യാചകന് നിൽക്കുന്നുണ്ട്. ഇടക്കിടക്ക് യാചകൻ വരാറുണ്ട് വീട്ടിൽ. അങ്ങനെ യാചകൻ നിൽക്കുന്നുണ്ട് റോഡിൽ. ആ യാചകൻ ശാഫിഈ ഇമാമിന്റെ വീട്ടിൽ നിന്ന് വന്നു എന്ന് ശാഫിഈ ഇമാം മനസ്സിലാക്കിയത് കൊണ്ട് പെട്ടെന്ന് ഓടി വരികയാണ്. ശാഫിഈ ഇമാം ഭാര്യയോട് ചോദിച്ചു, ആ റോട്ടിൽ സാധാരണ ഉണ്ടാകുന്ന യാചകൻ ഇന്നിവിടെ വന്നോ? വന്ന്. എന്നിട്ട് എന്തെങ്കിലും കൊടുത്തോ? നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു കൊടുത്ത്. ശാഫിഈ ഇമാം ഫുഡ് കൊടുത്തതിനൊന്നും പറഞ്ഞിട്ടില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ പുണ്യമാണ്. അവിടെ മതം നോക്കണ്ട, ജാതി നോക്കണ്ട, മറ്റു സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കണ്ട, പുണ്യമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പമാകുമ്പോൾ പുണ്യം പൂർണ്ണമാകുന്നു. സുബ്ഹാനല്ലാഹ്, ശാഫിഈ ഇമാം എന്ത് ചെയ്തു? നീ എങ്ങനെയാണ് മോളെ കൊടുത്തതെന്ന് ഭാര്യയോട് ചോദിക്കുന്നു. ഭാര്യ പറയാണ്, നമ്മുടെ ബേക്കിലെ ഒരു പാത്രം, ആ പാത്രം പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന പാത്രമില്ലേ, ആ പാത്രത്തിൽ ഞാൻ ഭക്ഷണം കൊടുത്തു. ശാഫിഈ ഇമാം കേട്ടപാട് കരഞ്ഞുപോയി. എന്നിട്ട് പെട്ടെന്ന് ബേക്കിലേക്ക് ഓടി, വീട്ടിന്റെ ബേക്കിലേക്ക് ഓടി ആ പാത്രം എറിഞ്ഞ് പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിസ്കരിക്കാത്തവൻ ഭക്ഷണം കഴിച്ച പാത്രത്തിൽ പട്ടിക്ക് പോലും ഭക്ഷണം കൊടുത്തുകൂടാ. പട്ടിക്ക് പോലും മോശമാണ്, നായ്ക്ക് പോലും മോശമാണെന്ന് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി. ഓ ഉമ്മമാരെ, നമ്മുടെ നിസ്കാര കാര്യം വളരെ കറക്റ്റാണ്, കൃത്യമാണ്. നമ്മുടെ മക്കളുടെ നിസ്കാര കാര്യം കൃത്യമാണോ? സ്കൂളിന്റെ, കോളേജുകളുടെ, അതുപോലെ ക്യാമ്പുകളുടെ, നൈറ്റ് ക്ലാസ്സുകളുടെ മറ്റേതെങ്കിലും പേര് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ കൃത്യമായി നിസ്കരിക്കുന്നില്ലെങ്കിൽ രക്ഷിതാക്കൾ പ്രതിക്കൂട്ടിലാണ്. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും പ്രതിക്കൂട്ടിൽ തന്നെ. പ്രായപൂർത്തിയായ ഒരു വക്ത് നിസ്കാരം ഖളാക്കിയാൽ 6800 കൊല്ലം നരകത്തിൽ കിടക്കേണ്ടി വരും. ഈ മദ്രസയിൽ 106 കുട്ടികളുണ്ടെങ്കിൽ ഈ 106 കുട്ടികളുടെയും വയസ്സ് കൂട്ടിയാൽ 6400 കിട്ടില്ലല്ലോ. ഈ ഇതുവരെ ഇവിടെ പങ്കെടുത്തവരുടെ വയസ്സ് കൂട്ടിയാൽ ഒരുപക്ഷെ അത്ര കിട്ടില്ലെന്ന് വരാം. 6400 കൊല്ലം ഒരു നിസ്കാരം ഖളാക്കിയതിന്റെ പേരിൽ നരകത്തിൽ കടക്കണമെന്ന് ഞാൻ എന്റെ വകയിൽ തട്ടിവിട്ടതല്ല. നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ കണക്കല്ലോ പറയുന്നത്, നിസ്കാരം ഖളാക്കിയതിന്റെ ശിക്ഷയാണ് പറയുന്നത്. അത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, വ്യക്തമായി ഹദീസുകളിൽ വന്നതാണ്. നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഒരു നിസ്കാരം വീക്ഷിച്ചാൽ 80 ഉഖബ നരകത്തിലാണ്. അത് കൺകൂട്ടി നോക്കി. ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് ഉഖബ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഉഖബ എന്ന് പറഞ്ഞാൽ 80 കൊല്ലം. അപ്പൊ 80 × 80, 8 × 8 64, ഡബിൾ പൂജ കൊടുത്താൽ 6400 വർഷം. നരകത്തിൽ ഒരൊറ്റ നിസ്കാരം ഖളാക്കിയാൽ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ഖളാക്കാണ്, ഖളായി പോകാൻ 2 എക്സ്ക്യൂസേ ഉള്ളൂ. ഒന്ന് ഓർക്ക്, മറ്റൊന്ന് ഉറങ്ങി. ഓർക്കത്ത് പിന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല, ശിക്ഷ ഉണ്ടാവില്ല. കാരണം അറിയാതല്ലേ,
അബദ്ധത്തിൽ വന്നു പോയതല്ലേ, മറന്നുപോയി. അങ്ങനെ ആർക്കും ഉണ്ടാവില്ല. മറന്നുപോയി നിസ്കരിക്കാൻ സംഭവിച്ചു പോയെങ്കിൽ അതൊരു തെറ്റായിട്ടില്ല. ബാക്കി ഒരു കാരണവും വാപ്പ ആക്സിഡന്റിൽ പെട്ടാലോ ഉമ്മ മരിക്കാനായിട്ടുണ്ടെങ്കിലും നിസ്കാരം അള്ളാഹുവിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. പിന്നെ സ്വന്തം ജീവൻ പണയം വെച്ചുള്ള യാത്ര നിസ്കാരം അള്ളാഹുവിന് എക്സ്ക്യൂസ് ഇല്ല. അവിടെ നിസ്കാരത്തിന്റെ രൂപഭാവത്തിലെ വ്യത്യാസങ്ങളുണ്ട്. ആ രൂപഭാവങ്ങൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് എടുക്കേണ്ടി വരും. പിന്നെ നാലാമത്തത് എത്ര ദൂരം ഉത്തരം കിട്ടുന്നില്ല അല്ലേ? അല്ലാ നല്ല മക്കളെ കിട്ടാൻ, അതുപോലെ നല്ല വിവാഹം നടക്കാൻ, നല്ല സമ്പത്തുണ്ടാകാൻ, ഉള്ളതിൽ വറക്കത്തുണ്ടാകാൻ എത്ര ദൂരം ഉത്തരം കിട്ടുന്നില്ല. നിസ്കാരം ഗൗരിക്കാത്തവർക്ക് ഉത്തരം കിട്ടൂല പ്രാർത്ഥിച്ചാൽ. അഞ്ചാമത്തത് നമ്മളൊക്കെ ദുആക്കലില്ലേ സജ്ജനങ്ങൾ അല്ലേ, അവർക്ക് ബർക്കത്ത് കിട്ടുന്നത്, സ്വാലിഹീങ്ങൾക്ക് നല്ലവർക്ക് അവർക്കൊക്കെ ഇതിന്റെ ഫലം കിട്ടുന്നെന്ന് പറയില്ലേ. പക്ഷേ നമ്മൾ അവരുടെ ദുആയിൽ പെടൂല. നിസ്കാരം ഉപേക്ഷിച്ചവൻ അവരുടെ ദുആയിൽ പെടൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശരീരത്തിന് വേദന വന്നിട്ടുണ്ട്. സഫർ മാസത്തിലെ അവസാനത്തെ മുതൽ അവിടുന്ന് പലിച്ച് വീട്ടിൽ കഴിയുന്ന സാഹചര്യത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും പള്ളിയിലേക്ക് നടന്നു പോയിട്ടും അങ്ങനെ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റൊരാളെ കൊണ്ട് തോളിൽ, രണ്ടാളെ കൊണ്ട് തോളിൽ കൈവച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അവിടുന്ന് നിസ്കരിച്ച് കാലിന് നീര് വന്നു, ശക്തമായ നീര്. ആയിഷ റളിയല്ലാഹു തന്നെ അത്ഭുതത്തോടെ ചോദിച്ചു, ഇതൊന്നും ആവശ്യമില്ലായിരുന്നു, സ്വർഗ്ഗം കേൾക്കണ്ടല്ലോ, ഉറപ്പല്ലേ, പിന്നെന്തിനാ ഇത്ര ത്യാഗം ചെയ്യുന്നത് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ 100 പ്രാവശ്യം കേട്ടതാണ്, നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷയോട് പറഞ്ഞത് നമുക്കറിയാം. റളിയല്ലാഹു അൻഹാ. നിസ്കാരം വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഞാൻ നിർത്തി. നമ്മുടെ ഇന്ന് മഹാന്മാരെ സ്മരിക്കപ്പെടേണ്ട സാഹചര്യമാണ്. റജബ് മാസത്തിൽ വലിയ വലിയ മഹാന്മാർ വഫാത്തായ മാസമാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ഷെയ്ഖ് കഴിഞ്ഞ ആഴ്ച നമ്മളത് സ്മരിച്ചു. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രവീരല്ലേ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. തഫ്സീറുകളൊക്കെ എഴുതിയ ആളുകൾ അതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്കാണ് അറിയപ്പെടുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ മുഫസ്സിർ. അവരെ ഈ മാസത്തിൽ വഫാത്തായതാണ്. അതുപോലെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു 6 ഹദീസിന്റെ കിതാബുകൾ വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. സിഹാത്ത് സിത്തയിൽ പെട്ടതാണ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു. ആ ഇമാം തുർമുദിയാണ് ശമാഇൽ മുഹമ്മദിയ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവർണ്ണങ്ങൾ രേഖപ്പെടുത്തിയ, അവിടുത്തെ മുടിയുടെ, അവിടുത്തെ മുഖത്തിന്റെ, അവിടുത്തെ കൈകളുടെ അങ്ങനെ ശരീരവർണ്ണങ്ങൾ രേഖപ്പെടുത്തിയ വലിയൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ശമാഇൽ തുർമുദിയ, ശമാഇൽ മുഹമ്മദിയ. അത് എഴുതിയ വ്യക്തിയാണ് ഇമാം അബൂ ഈസ തുർമുദി റളിയല്ലാഹു അൻഹു. അവരുടെ വഫാത്തിന്റെ മാസമാണ്. അതുപോലെ കിയൻ ഉസ്താദ്, നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദാണ് കിയൻ ഉസ്താദ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ കോഴിക്കോട് പരിസരത്ത് അന്തിമശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അലാമുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു. നേരത്തെ കുറിച്ച് കേട്ടതാ അവരെ കുറിച്ച്. അബുൽ വഫ മുഹമ്മദ് ശംസുദ്ദീൻ അലാമുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു ആരാണ്? മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളൊന്നും ചിലപ്പോൾ അവിടെ പോകൽ കുറവാണ്. അപ്പോണിമ തീർച്ചയായിട്ടും പോകും. അതെ, ഒന്ന് സിയാറത്ത് ചെയ്യാം, അതോടൊപ്പം തന്നെ കാഴ്ചകളും കാണാം, കുഴപ്പമൊന്നുമില്ല എന്നല്ല. ഈ സമയത്തെങ്കിലും നമ്മൾ പോകണം. അവിടെ നമ്മൾ പോകലും ഫാത്തിഹ ഓതലും തോൽക്കലും ഒക്കെ കുറവാണ് അവിടുത്തെ പേരിൽ. അതല്ല, മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ മഹത്വങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുത്തുബാണ്, വലിയ നേതാവാണ്. ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളവറുകൾ ഇടയ്ക്കിടെ അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ കല്ലായി പാലം നമ്മൾ കണ്ടിട്ടില്ലേ? എല്ലാവരും കല്ലായി പാലം കണ്ടിട്ടില്ലേ?
ആ കല്ലായി പാലത്തിന്റെ അവിടെ മഹാനവറുകൾ നല്ല കുതിരയിൽ വരും, അവിടെ കുതിര വെക്കും, എന്നിട്ട് അവിടെ തന്നെ ചെരുപ്പ് ഊരി 1 കിലോമീറ്ററിലധികം നടന്നുകൊണ്ട് അദ്ദേഹം ഷെയ്ഖ് അലാവുദ്ദീൻ ഹിബ്സ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. ചോദിച്ചു മഹാനോട്, നിങ്ങൾ കുതിരയിലല്ലേ വന്നത്, ആ കുതിരയിൽ തന്നെ കൊണ്ട് പോയാൽ പോരേ അല്ലേ? പുതിയ കാലത്താണെങ്കിൽ ആരോ ദുർവ്യാഖ്യാനം ചെയ്യും, കാറോട് ഓഫാക്കി പിന്നെ പോകുന്നത് ഡീസലിന്റെ വില കൂടിയിട്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ലാഭിക്കാനാണ് എന്നല്ലല്ലോ കുതിരയിലല്ലേ നിങ്ങൾ വന്നത്, അതിൽ തന്നെ ഇങ്ങനെ പോയാൽ പോരെ, ചെരുപ്പ് വിട്ടൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയാണ്, എനിക്ക് കുതിര ഇതുവരെ കൊണ്ടുവരാനേ അവകാശമുള്ളൂ, ചെരുപ്പ് ഇതുവരെ ഇതുവരെ വരാനേ അവകാശമുള്ളൂ. അവർ എന്റെ ഷെയ്ഖാണ്. ആ ഷെയ്ഖിന്റെ ചാരത്ത് നിന്ന് ഞാൻ ചെരുപ്പിടലേക്ക് വളരെ ഇഷ്ടക്കേട് തോന്നുന്നു. ഷെയ്ഖ് അബുൽ വഹാബ് ശംസുദ്ദീൻ മുഹമ്മദ് അലാവുദ്ദീൻ ഹിബ്സ് റളിയല്ലാഹു അൻഹു അവരൊക്കെ ആരാണ്? നമ്മുടെ നാട്ടിൽ ഉണ്ടായ വലിയ മഹാനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരിലൊക്കെ നമ്മൾ എപ്പോഴും ഫാത്തിഹ ഓതണം. കോഴിക്കോട് ഒരുപാട് മഹാന്മാരുണ്ട്, 80-ലധികം മഹാന്മാർ ആ റോഡിൽ തന്നെയുണ്ട്. തങ്ങൾസ് റോഡിലും അതുപോലെ തന്നെ ഷാദിനി മക്കാമും അതിന്റെ പരിസരത്തൊക്കെയായി 80-ലധികം മഹാന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകണം. അവരതൊക്കെ തർബിയത്തും ഹിമായത്തിനൊക്കെ നമുക്ക് അവസരം ഉണ്ടാക്കണം. വലിയ മഹാനാണ്. ഇന്നും ഒരുപാട് ആയിരങ്ങൾ അവിടേക്ക് ഒഴുകുകയാണ്. ഇന്നലെ എന്നോട് ഒരു സുഹൃത്ത് വിളിച്ചു. ആ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ ദൂരത്ത് നിന്നാണ് വിളിക്കുന്നത്. 1-2 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. മുമ്പ് പറഞ്ഞു ചേന കൊടുക്കുമോ നിങ്ങൾ ശേഷപള്ളിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? ആർക്കോ ഒന്ന് ചൊറിയായിട്ട് അങ്ങോട്ട് ചേന നിറച്ചാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ എൻ്റെ ദർസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ചില വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരുപാട് കെടുപ്പുകളാണ്. അതുപോലെ തന്നെ ഈ പാരുണ്ണി പോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. കണ്ടാൽ തന്നെ എന്തോ ഒരു കോലാണ് കേട്ടോ. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, കോഴിക്കോടുണ്ട് ഒരു ഷെയ്ഖ് പള്ളി, വെടിയേങ്ങര ഷെയ്ഖ്, അവിടത്തേക്ക് കെടുപ്പിൻ്റെ അപ്പം നേർച്ചയാക്കിയാൽ ഇതെല്ലാം മാറിക്കിട്ടുമെന്ന് അദ്ദേഹത്തോട് ആരോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോഴിക്കോട് പരിസരത്തുള്ള എന്നെ അദ്ദേഹം സമീപിക്കുന്നത്. നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ അങ്ങനെ ഒരു കെടുപ്പ് അപ്പം കൊടുക്കണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് എത്രയാണ് കാശ്, അതിപ്പോൾ തന്നെ തരാം എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ കൊടുത്തു. 2ാമത്തെ പ്രാവശ്യം മൂപ്പര് വന്നു. 3ാമത്തെ പ്രാവശ്യം മൂപ്പര് വന്നു. 3 കൊല്ലം തുടർച്ചയായി മൂപ്പരുടെ ശരീരത്തിലെ എന്തെല്ലാം ഭാഗത്ത് അസുഖങ്ങളുണ്ടോ അതിനനുസരിച്ച് അപ്പങ്ങൾ നേർച്ചയാക്കി അവിടെ കൊടുത്തു. ആ ശിവമണിയോട് ചേർന്നിട്ട് ചില ഭാഗത്ത് അപ്പങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യുന്ന കാണാം. നമുക്ക് അതിനനുസരിച്ചുള്ള അപ്പങ്ങൾ കിട്ടുകയും ചെയ്യും. അത് കൊടുത്തിട്ട് അദ്ദേഹം 3 വർഷം അങ്ങനെ തുടർച്ചയായി ചെയ്തപ്പോൾ ഓരോ ദിവസവും പോവുകയല്ല, ആണ്ടിൻ്റെ സമയങ്ങളിലാകുമ്പോൾ അങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ 3 പ്രാവശ്യമായി കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം മാറി. പിന്നീട് അദ്ദേഹത്തിന് കണ്ടപ്പോൾ ആ രോഗം അദ്ദേഹത്തിന് മുഖത്തൊന്നും കാണാനില്ല. സുബ്ഹാനല്ലാഹ്. വലിയ വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഷെയ്ഖ് അലാവുദ്ദീൻ ഹിബ്സ് റളിയല്ലാഹു അൻഹു. എൻ്റെ ഉസ്താദ് എന്നോട് പലപ്പോഴും 1000 രൂപ തന്നിട്ട് എന്നോട് പലപ്പോഴും സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാൻ പറയാറുണ്ട്. ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് അഭിവന്യ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി ഉസ്താദ് അവരുടെ അല്ലാഹു ഉസ്താദിനെ ആഫിയത്തിൽ മാറാവട്ടെ. ഉസ്താദ് അവരുടെ ഇടയ്ക്കിടയ്ക്ക് 1000 രൂപ തന്നിട്ടാണ് ഒരു ഷെയ്ഖ് പള്ളി പോകണം, പ്രത്യേകത ഓർക്കണം. എനിക്ക് ഷെയ്ഖ് പള്ളിൻ്റെ മഹത്വം കൂടുതൽ അറിയില്ല. അങ്ങനെയാണ് സുബ്ഹാനല്ലാഹ് അവിടുത്തെ മതതും അവിടുത്തെ മതതൊക്കെ ഇങ്ങനെ മഹത്തൊക്കെ പഠിച്ചു നോക്കുമ്പോഴേ മഹാനവറുടെ കറാമത്ത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മൾ നാട്ടിലെ ചില ആൾക്കാർ പരിഗണിക്കാത്തത് നമുക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് പിന്നീടല്ലേ മനസ്സിലാകുന്നത്. അലാവുദ്ദീൻ ഹിബ്സ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതിയാൽ തന്നെ വലിയ ബറക്കത്താണ്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. കാന്തപുരം ഉസ്താദിൻ്റെ ഒരു ഉസ്താദാണ് VM ഇമ്പിച്ചാലി മുസ്ലിയാർ കുറ്റിക്കാട്ടൂർ. അദ്ദേഹം വഫാത്തായത് ഈ മാസമാണ്. അതുപോലെ തന്നെ സ്വഹാബിയത്തിൽ പ്രമുഖരായ സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വഫാത്തായത് ഈ മാസമാണ്. കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും ജീവിതത്തിൽ കല്യാണത്തിന് ശേഷം ആവശ്യമായിട്ടുള്ള എല്ലാ പ്രീ മാരിറ്റൽ കൗൺസിലിനെയും കൊല്ലുന്ന രൂപത്തിൽ എല്ലാ
രൂപത്തിലും വിവാഹാനന്തര ശേഷമുള്ള എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമായത് മാത്രമല്ല ജീവിതത്തിന് ആവശ്യമായ സർവ്വ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു പണ്ഡിതനാണ് ഇമാം മുഹമ്മദ് ഷറഫുദ്ദീൻ നബവി റളിയല്ലാഹു അൻഹു. തങ്ങൾ വഫാത്തായത് ഈ മാസം റജബ് മാസം 23-നാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പറഞ്ഞാൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു നേരത്തെ ഞാൻ ഉദ്ധരിച്ചതൊക്കെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അസ്സവാജിർ എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ്. ആ മഹാനവറുകൾ വഫാത്തായത് ഈ മാസമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ഹദീസ് ഗ്രന്ഥം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. ആ മുസ്ലിം റളിയല്ലാഹു അൻഹു വഫാത്തായത് ഈ മാസമാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ നേതൃത്വമായി നേരത്തെ മദ്രസ പ്രസ്ഥാനത്തിനൊക്കെ ഓടി നടന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് തരൂർ അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദ് വഫാത്തായത് ഈ മാസമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഈ മാസമാണ്. ഒട്ടനവധി മഹാന്മാരുടെ മഹത്തുക്കളുടെ മഹദിമാരുടെ അനുസ്മരിക്കപ്പെടേണ്ട മാസമാണ് ഈ റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കും.